അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരിക്കൽ നടന്ന വളരെ പ്രധാനമായ ഒരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. 10ഓളം ആളുകൾ വരുന്ന ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ കൈകൾ നീട്ടുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കെല്ലാം കൈ കൊടുക്കുന്നു, ഹസ്തദാനം ചെയ്യുന്നു, അവരുമായിട്ടെല്ലാം ഹസ്തദാനം ചെയ്യുന്നു. ആ 10 പേരിൽ 9 പേരുമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്തദാനം ചെയ്തു. പക്ഷേ അതിൽ ഒരു വ്യക്തിക്ക്, 10ാമത്തെ വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ കൊടുത്തില്ല, കൈ പിൻവലിച്ചു. അപ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിക്കും അത് കണ്ടുനിന്ന സ്വഹാബത്തിനും എല്ലാം തന്നെ വളരെയേറെ വിഷമമായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തുൽ ആലമീനാണ്, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത്. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് കൈ കൊടുത്തില്ല? ഒരിക്കലും ഒരു ജൂതബാലൻ, രോഗിയായ ഒരു ജൂതബാലന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചപ്പോൾ ആ ജൂതബാലനോട് അസ്ലിം തസ്ലം, നീ അള്ളാഹുവിന് കീഴൊതുങ്ങുക, എങ്കിൽ നിനക്ക് രക്ഷയുണ്ടാകും, ഇസ്ലാമിലേക്ക് നീ പ്രവേശിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി. ആ പിതാവ് അപ്പോൾ കുട്ടിയോട് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യമുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, അദ്ദേഹത്തെ, ആ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അള്ളാഹുവിന് സ്തുതി. അത്രത്തോളം നമ്മുടെ വിഷയത്തിൽ കാരുണ്യമുള്ള റസൂല് എന്തുകൊണ്ടായിരുന്നു ആ കൈ പിൻവലിച്ചത്? ആ കയ്യിലൊരു ചരടുണ്ടായിരുന്നു, ആ കയ്യിൽ ശിർക്കിന്റെ അടയാളം ഉണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ വലിച്ചു. പക്ഷേ ആ ചരട് പൊട്ടിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് കൈ കൊടുത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ വിശദമായൊരു ചോദ്യം ചെയ്യൽ ഉണ്ടായില്ല. ഏത് ചരടാണ്, എങ്ങനെ കെട്ടിയതാണ്, എന്തിന് കെട്ടിയതാണ് എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല. ആധുനികമായ കാലഘട്ടത്തിൽ ഇന്ന് പല വിശദീകരണങ്ങളും, ആ ചരട് അത് അങ്ങനെ കെട്ടിയതല്ല, ഇങ്ങനെ കെട്ടിയതല്ല, അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള പല വ്യാഖ്യാനങ്ങളും പല വിശദീകരണങ്ങളും നമ്മൾ കാണാൻ കഴിയും. പക്ഷെ അവിടെ ശിർക്കിന്റെ അടയാളമായി ആരംഭിച്ച ഒരു പ്രവണത അതൊരിക്കലും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ പ്രവർത്തനങ്ങളിലോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു സംഭവത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് നൽകുന്നത്. അപ്പോൾ എത്രത്തോളം അമലു സ്വാലിഹാത്തുകൾ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ശിർക്കിന്റെ ലാഞ്ചനയുണ്ടെങ്കിൽ ആ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ അത് വിതറപ്പെട്ട പൊടിപടലങ്ങളെപ്പോലെ അള്ളാഹു മാറ്റിക്കളയും എന്നുള്ള ആ ഒരു ബോധം ഒരു മുഅ്മിനിന്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ശിർക്കിന്റെ യാതൊരുവിധ കലർപ്പുകളും ഇല്ലാത്ത രൂപത്തിൽ തൗഹീദിനെ പരിപൂർണമാക്കി സംരക്ഷിച്ചുകൊണ്ട് മുവഹിദായി ജീവിക്കാനുള്ള പരിശ്രമമാണ് ഓരോ വ്യക്തിയും നടത്തേണ്ടത്. അത്തരം പരിശ്രമങ്ങൾക്ക് അള്ളാഹു നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.